അപ്പോൾ ഒരു മാസത്തിന് ശേഷം നമ്മളെ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്തിട്ടില്ല. അതിൻ്റെ HMI മൊഡ്യൂളിൻ്റെ ഒരു ബോർഡും കൂടി റീപ്ലേസ് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് ഫുള്ള് പണികൾ പൂർത്തിയാവുള്ളൂ. വണ്ടി എടുത്തിട്ട് 2.5 മാസം ആയിട്ടേ ഉള്ളൂ എന്ന് ആലോചിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു മാസം വണ്ടി ഷോറൂമിൽ കിടന്നു. അതിൻ്റെ മുമ്പും 2-3 പ്രാവശ്യം ബ്രേക്ക് ഡൗൺ ആയത് ഞാൻ ഈ ചാനലിൽ നിന്ന് ഇട്ടിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഒരു മാസം മുമ്പാണ് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയത്. ഓക്കെ, വീട്ടിൽ നിർത്തിയിട്ടതായിരുന്നു. പിന്നെ വണ്ടി ഓണാവുന്നേ ഇല്ല. എന്തൊക്കെ ട്രബിൾ ഷൂട്ടിംഗ് മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് ഒരു രക്ഷയില്ല. ലാസ്റ്റ് പിക്കപ്പ് വാന് വിളിച്ച് കൽപ്പറ്റ ഷോറൂമിൽ എത്തിച്ച്, വയനാടാണ് ഞാൻ സ്ഥലം. അപ്പോൾ കൽപ്പറ്റ ഷോറൂമിൽ കൊണ്ടുപോയി അവിടെ പോയപ്പോഴും അവിടെ വണ്ടികളുണ്ടായിരുന്നു. ഒരു സ്വാഭാവികമായിട്ടും ഓലേൻ്റെ ഷോറൂമിലുള്ള എല്ലാവരെയും പോലെ തന്നെ ചെക്ക് ചെയ്യണം, അവിടെ വണ്ടി വെക്കുക പറഞ്ഞ്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെന്താണ് ഇഷ്യൂ എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇവർക്ക് അവിടെ ഉള്ളവർക്ക് ശരിക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അവർ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് അവിടുന്ന് ഈ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ അവിടുന്ന് ഓർഡർ വന്നാൽ മാത്രമേ അവർ ചെക്ക് ചെയ്യുള്ളൂ. ഇത്രയും ദിവസം വണ്ടി വെറുതെ ഷോറൂം കിടക്കുകയാണ്. അതായത് ഒരു കമ്പനീൻ്റെ വണ്ടി, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അവിടുത്തെ സർവീസ് സെൻറ്ററിലുള്ളവർക്ക് അറിയില്ല. ഓക്കെ, സോ 2 ആഴ്ചത്തോളം കാത്തുനിന്ന് അതിൻ്റെ ബോർഡ് വന്ന് കഴിഞ്ഞ് അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് 2 ദിവസം കൂടി കഴിയും. കാരണം ഒരു ദിവസം ഞായറാഴ്ചയാണ്, അപ്പോൾ തിങ്കളാഴ്ച കിട്ടുള്ളൂ പറഞ്ഞ്. തിങ്കളാഴ്ച ഒരു ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി 25% മേലേക്ക് ചാർജ് കയറുന്നില്ല. ഓക്കെ, സോ അത് അതിൻ്റെ മുമ്പ് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, ചാർജ് കയറാത്ത ഇഷ്യൂ ഒന്നും. പിന്നെ അപ്പോൾ അവർ BMS മാറ്റി ഇടുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ അതൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ HMIൻ്റെ ഒരു ബോർഡ് റീപ്ലേസ് ചെയ്യാനാണ് ഇപ്പോൾ കറൻ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് 2 ആഴ്ചയും കൂടി കഴിയും വണ്ടി കിട്ടാൻ, കാരണം അത് വരാൻ 2 ആഴ്ചൻ്റെ മേലെ ആവും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഡിലേ ആയത്. അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഞാൻ പോയി നോക്കിയപ്പോൾ അവർ റീപ്ലേസ് ചെയ്യാനുള്ളത് ഓർഡർ പോലും കൊടുത്തിട്ടില്ല. നോക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് വേറെന്തോ അതിൻ്റെ ബോർഡ് ഊരിയിട്ട് റീസെറ്റ് ചെയ്തിടാനോ അങ്ങനെ എന്തോ ഒരു ഇതാണ് വന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായിട്ടില്ലെങ്കിലേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞ്. അങ്ങനെ 3-4-5 ദിവസം വണ്ടി വെറുതെ അവിടെ കിടന്നു. എന്നിട്ട് ഇപ്പോൾ അതിന് ശേഷമാണ് ഓർഡർ ചെയ്തത്. അത് ഓർഡർ ചെയ്തതിന് ശേഷം 2 വീക്സാണ് അവർ പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ട, ആദ്യത്തെ ഒരു 2 വീക്സ്, പിന്നെ ഒരു 2 വീക്സ്, പിന്നെ എക്സ്ട്രാ വെറുതെ കിടന്ന് 5 ദിവസം. ഇത്രയും ദിവസം വണ്ടി ഷോറൂമിലാണ് കിടക്കുന്നത്. വണ്ടി എടുത്തിട്ട് 2.5 മാസമായിട്ടുള്ളൂ. ഓക്കെ, സോ അതാണ് ഒലേൻ്റെ സർവീസിൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ എന്തിനാണിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് വീട്ടിലേക്ക് വന്നു ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. വണ്ടി ഷോറൂം കൊണ്ടുപോയിട്ട് ഇട്ടതിന് ശേഷം കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്ക്രാച്ച് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതേപോലെ ഇവിടെ സ്ക്രാച്ചസ് ഉണ്ട്. പിന്നെ ഈ സൈഡിലുണ്ടായിരുന്നു, അത് ഞാൻ ഇന്നലെ റബ്ബ് ചെയ്ത് പോക്കി. അതേപോലെ ഇവിടെ HMIൻ്റെ ഈ ബോർഡിൻ്റെ മേലേക്ക് കാണാം സ്ക്രാച്ചസ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് അവസ്ഥ. മിററ് അവിടെ നിന്ന് കാണാനല്ലായിരുന്നു, മിറർ കാണാതായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ മിറർ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നേ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നും, പക്ഷേ പുതിയ വണ്ടി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ സ്ക്രാച്ച് വന്നാൽ പോലും അതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അവസ്ഥയാണത്. ഓക്കെ, വണ്ടി ഇപ്പോഴും ഒരു കുഴപ്പമില്ല. ഒരു മാസമായി അവിടെ നിർത്തിയിട്ടിട്ട്. ഇപ്പം ഞാൻ റിയർ ബ്രേക്ക് പാഡും ഫ്രണ്ട് ബ്രേക്ക് പാഡൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, റണ്ണിങ്ങിലും കാര്യങ്ങളൊന്നും വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ഒരു മാസമായിട്ട് ഷോറൂമിൽ വെറുതെ ഓടാതെ കിടക്കുക. എന്നാലും വേറെ അങ്ങനെ ഇഷ്യൂസ് ആയിട്ടൊന്നും എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഞാൻ ആകെ ഒരു 50 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. ഇന്നൊരു ലോങ് ഡ്രൈവ് പോകാണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ടയേഴ്സ് ഉണ്ടോ, ഇപ്പോൾ 4500 കിലോമീറ്റേഴ്സാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ ഉള്ള ടയറിൻ്റെ ഒരവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഫ്രണ്ട് ടയർ അത്ര ഓൺ ഔട്ട് ആയിട്ടില്ല, ബാക്കാണ് പിന്നെയും ഉണ്ടാവും. റിയർ ടയർ അത്യാവശ്യം ഓൺ ഔട്ട് ആവുന്നുണ്ട്. കാരണം ഇത് S1 Pro Plus ആണ്. അപ്പോൾ അതിനനുസരിച്ച് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ കൊടുത്ത് പോകുമ്പോൾ വണ്ടിയിൽ അറിയാലോ ടയേഴ്സ് വേഗം വിയർ ഔട്ട് ആവും. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം കുറേ ആൾക്കാർ ഒലേനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആ മുമ്പത്തെ റീലിൽ പ്രതികരിക്കുന്നുണ്ട്. അവരെ സർവീസിൻ്റെ മോശമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് എല്ലാവരും ഷോറൂം പൂട്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് നമുക്കൊരു കമ്പനീനെ തളർത്താനോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ വണ്ടി എടുക്കില്ലല്ലോ.
13 കിലോവാട്ടിൻ്റെ മോട്ടറാണ്. ഓൾമോസ്റ്റ് 18 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പവർ വൈസൊക്കെ പക്കയാണ് വണ്ടി. പക്ഷേ ഇതാണ്, സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാലും അവരെ സർവീസ് സെൻറ്ററിലത്തെ സ്റ്റാഫിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ സ്റ്റാഫ് എല്ലാ ദിവസവും അവിടെ ഉണ്ടാവില്ല. അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും അവർക്ക് ഷിഫ്റ്റ് വേറെ വേറെ സ്ഥലത്തായിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സർവീസ് ചെയ്തിരുന്ന 2 സ്റ്റാഫുകൾ നല്ല സ്റ്റാഫാണ് കൽപ്പറ്റയുള്ള. അതിൻ്റെ മുമ്പുണ്ടായിരുന്നവരാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് പോയത്. ഓക്കെ, അപ്പോൾ സർവീസ് മോശമായതുകൊണ്ടാണ് എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി എടുക്കുന്നവരും അതേപോലെ തന്നെ സർവീസ് പ്രതീക്ഷിക്കാണ്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാം. അതായത് ഒരു റിസ്ക് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. വണ്ടി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എടുക്കാതിരിക്കുക. ഓക്കെ, കുറച്ച് കഴിയട്ടെ, ഒന്ന് സർവീസും കാര്യങ്ങളൊക്കെ ശരിയായി വരട്ടെ. നമ്മൾ വണ്ടി എടുത്തിട്ട് സെയിൽസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വണ്ടി സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണോ അല്ല. ഓക്കെ, സർവീസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്താലും അവരെ കിട്ടില്ല. ഇനി സെയിൽസ് മീൻസ് സർവീസ് മാനേജറെ വിളിച്ചാൽ അവരെയും കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഞാനിപ്പോൾ കൺസ്യൂമർ കോർട്ടിലൊരു കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ചെയിന് കാണാത്തവർ കാണിച്ചു തരാം. ഇതാണ്. ഓക്കെ, ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടതാണ് ചെയിൻ. ഇനി ലൂബ് ഇടണം. ഇതാണ് ചെയിൻ ഡ്രൈവ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.